രാജ്യത്തെ ഇടതു പാർട്ടികൾക്ക് സ്വാധീനമുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാർ. എന്നാൽ കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ പോലെ CPIMനോ CPIക്കോ അല്ല ഇവിടെ ശക്തി. അത് CPIML ലിബറേഷൻ എന്ന പാർട്ടിക്കാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഉള്ളതും ഈ പാർട്ടിക്ക് തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിൽ മാത്രം മത്സരിച്ച CPIML ലിബറേഷൻ 12 സീറ്റുകളിലും വിജയിച്ചു. സഖ്യത്തിന്റെ ഭാഗമായി 6 സീറ്റിൽ മത്സരിച്ച CPIയും 4 സീറ്റിൽ മത്സരിച്ച CPIMും 2 സീറ്റുകൾ വീതവും വിജയിച്ചിരുന്നു. ഇത്തരത്തിൽ മഹാഗഠബന്ധൻ സഖ്യത്തിന്റെ ഭാഗമായി 29 സീറ്റുകളിൽ മത്സരിച്ച ഇടതു പാർട്ടികൾ 16 സീറ്റുകളിലാണ് വിജയിച്ചത്. 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത് എന്നത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ബീഹാറിലെ ഇടതു പാർട്ടികളുടെ സ്വാധീനം എത്രത്തോളമാണെന്ന് വ്യക്തമാവുക. ബീഹാർ എങ്ങനെയാണ് ഇടതു പാർട്ടികൾക്ക് വളക്കൂറുള്ള മണ്ണായത്? ബീഹാറിലെ ഇടതു രാഷ്ട്രീയത്തിന്റെ സ്വാധീനം എത്രത്തോളമുണ്ട്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള 3 ഇടതു പാർട്ടികളാണ് ബീഹാറിലുള്ളത്. CPIML ലിബറേഷൻ, CPI, CPIM എന്നിവയാണ് അവ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പാർട്ടികൾ RJDയും കോൺഗ്രസും നയിക്കുന്ന മഹാഗഠബന്ധന്റെ അഥവാ മഹാസഖ്യത്തിന്റെ ഭാഗമായിരുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഈ പാർട്ടികൾ മഹാഗഠബന്ധന്റെ ഭാഗമായി മത്സരരംഗത്തുണ്ട്. CPIML ഇതിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രബല ഇടതു പാർട്ടികളായ CPIM, CPI എന്നീ പാർട്ടികളെക്കാൾ ബീഹാറിൽ ശക്തിയുള്ളത് CPIML ലിബറേഷന് തന്നെയാണ്. ദീപങ്കർ ഭട്ടാചാര്യ ജനറൽ സെക്രട്ടറിയായ ഈ പാർട്ടിക്ക് ബീഹാറിൽ നിന്ന് 2 ലോക്സഭാ എംപിമാരുണ്ട്. 4 സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി മത്സരിച്ചിരുന്നത്. അതിൽ 2 എണ്ണം ജയിക്കുകയും ചെയ്തു. CPIMൽ നിന്ന് വിഭജിച്ച് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായപ്പോൾ അതിൽ ജനാധിപത്യ മാർഗത്തിലേക്ക് തിരികെ വന്ന പാർട്ടികളിൽ ഒന്നുകൂടിയാണ് CPIML ലിബറേഷൻ. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 20-ലേറെയുള്ള ML പാർട്ടികളിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാനായതും ഈ പാർട്ടിക്ക് തന്നെയാണ്. മറ്റേതൊരു തീവ്ര ഇടതുപക്ഷ പാർട്ടികളെയും പോലെ നക്സലൈറ്റ് മൂവ്മെന്റുകൾ തന്നെയായിരുന്നു ലിബറേഷന്റെയും അടിത്തറ. 60കളുടെ അവസാനത്തോടെ ബീഹാറിലെ ഭോജ്പൂർ, സിവാർ, അര എന്നീ ജില്ലകളിൽ നക്സലൈറ്റ് മൂവ്മെന്റുകൾക്ക് കീഴിൽ നടന്ന കർഷക പ്രക്ഷോഭങ്ങളിലാണ് ബീഹാറിലെ പാർട്ടിയുടെ വേരുകൾ. ജഗദീഷ് മഹത്തോ, രാമേശ്വർ ആഹിർ, രാം നരേഷ് റാം എന്നിവരായിരുന്നു അന്ന് നേതാക്കൾ. 1974 വിനോദ് മിശ്രയുടെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ ലിബറേഷൻ പാർട്ടിക്ക് പുതിയ കേന്ദ്ര കമ്മിറ്റി നിലവിൽ വരുന്നത്. 70കളുടെ അവസാനത്തോടു കൂടി സായുധ വിപ്ലവത്തിനോടൊപ്പം ബഹുജന മുന്നേറ്റത്തിലും പാർലമെന്ററി ജനാധിപത്യ രാഷ്ട്രീയത്തിലും ഇടപെടണമെന്ന് അവർ തീരുമാനമെടുത്തു. ഇതിന്റെ ആദ്യഘട്ടമെന്നോണം 1982 ഇന്ത്യൻ പീപ്പിൾസ് ഫ്രണ്ട് എന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഈ പാർട്ടി രൂപം നൽകി. 1989 ബീഹാറിലെ അരായിലെ ലോക്സഭാ സീറ്റിൽ വിജയിച്ച IPF പിന്നാലെ 1990 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു. ബീഹാർ നിയമസഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവർ 7 സീറ്റുകളിലാണ് വിജയിച്ചത്. 90കളിൽ ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിൽ RJD വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ ലിബറേഷൻ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായി. അവരുടെ വോട്ട് ബാങ്ക് ആയിരുന്ന കാർഷിക മേഖലയിലെ പ്രവർത്തകർ RJDക്കൊപ്പമാണ് നിന്നത്. ഈ ഘട്ടത്തിൽ തന്നെ ചില ജാതി സംഘടനകളും ഉയർന്നു വന്നത് ലിബറേഷൻ പാർട്ടിയുടെ സ്വാധീനത്തെ ബാധിച്ചിരുന്നു. എങ്കിലും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ അടിത്തറ ഇളകിയിരുന്നില്ല. ഈ അടിത്തറ ശക്തിപ്പെടുത്തിയാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവർ തിരിച്ചു വന്നതും നിലവിൽ ബീഹാർ നിയമസഭയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള 5ാമത്തെ പാർട്ടിയായി മാറിയതും. CPIML ലിബറേഷൻ കഴിഞ്ഞാൽ CPI ആണ് ബീഹാറിൽ സ്വാധീനമുള്ള മറ്റൊരു ഇടതു പാർട്ടി. ഭൂപരിഷ്കരണവും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുമെല്ലാം ഉയർത്തിക്കാട്ടി 1960കൾ മുതൽ CPI ബീഹാറിൽ നിർണായക സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. പിളർപ്പിന് ശേഷം പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചിരുന്നെങ്കിലും 1972 CPI ബീഹാർ നിയമസഭയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി മാറി. പിന്നീട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകൾ ബീഹാറിൽ സജീവമായതോടുകൂടിയാണ് CPIക്ക് ബീഹാറിൽ വലിയ ക്ഷീണം സംഭവിച്ചു തുടങ്ങുന്നത്. CPIയുടെ വലിയ സ്വാധീന മേഖലകളിൽ തന്നെയായിരുന്നു JPയുടെയും പ്രവർത്തനം. ഈ മേഖലയിൽ നിന്ന് നിരവധി പേർ ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റിനൊപ്പം നിന്നത് CPIയുടെ ശക്തി ക്ഷയിപ്പിച്ചു. കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ജയപ്രകാശ് നാരായണൻ തീരുമാനിച്ചപ്പോൾ അതിനെ പിന്തിരിപ്പൻ നിലപാടെന്നായിരുന്നു അന്ന് CPI വിശേഷിപ്പിച്ചത്. ഈ പ്രസ്താവനയും CPIയുടെ ബഹുജന പിന്തുണയിൽ വലിയ ഇടിവുണ്ടാക്കി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും ബീഹാറിൽ CPIക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായില്ല.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് കേവലം 2 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. CPIM ആണ് ബീഹാറിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ള മറ്റൊരു ഇടതു പാർട്ടി. സമീപ സംസ്ഥാനമായ ബംഗാളിൽ പതിറ്റാണ്ടുകളോളം ഭരണത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ പ്രതിഫലനം ബീഹാറിൽ ഉണ്ടാക്കാൻ CPIM-ന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാഗഠബന്ധന്റെ ഭാഗമായി 4 സീറ്റുകളിൽ മത്സരിച്ച CPIM 2 സീറ്റുകളിലാണ് ജയിച്ചത്. മഹാഗഠബന്ധൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും CPIM ലിബറേഷൻ ബീഹാറിൽ ഇതിനകം 18 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ RJD ഇതിൽ എതിർപ്പ് പറയാനും സാധ്യതയില്ല. ചിലയിടത്തെല്ലാം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. CPIM-ഉം CPI-യും ഇത്തവണയും മഹാഗഠബന്ധൻ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നുണ്ട്. കൂടുതൽ സീറ്റുകൾ ഇരു പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുകേഷ് സാനുയുടെ പാർട്ടി കൂടി ഇപ്പോൾ സഖ്യത്തിന്റെ ഭാഗമായതോടെ ഇത് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച നിശ്ചിത എണ്ണം സീറ്റുകളിൽ തന്നെയായിരിക്കും ഇരു പാർട്ടികളും ഇത്തവണയും മത്സരിക്കുക.